ബദാം, അണ്ടിപ്പരിപ്പ്, സോപ്പ്, സ്പ്രേയ്. ഇതിനകത്തൊരു സാധനം മിസ്സിംഗ് ആണല്ലോ. ആ മിസ്സിംഗ് ആയത് ഞാനല്ലേ പൊന്നെ. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളല്ല മിസ്സായത് മിസ്റ്റർ. എന്റെ പൊന്ന് സുലു, ഇന്നലെ ഈ സാധനങ്ങളുടെ കൂടെ ഞാനും ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. എന്നെയും കൂടി ഒന്ന് നോക്കടി. ഞാൻ എപ്പോഴും വീഡിയോ കോളിൽ കാണണല്ലേ, ഞാൻ ഇതൊക്കെയല്ലേ കാണാത്തത്. ഈ സാധനങ്ങൾ മേടിച്ചെടുത്താ എന്നെ വേണം ആദ്യം തല്ലാൻ. സോറി ചേട്ടാ, ഭർത്താവിനെ തല്ലുന്ന ഒരു സ്ത്രീയല്ല ഞാൻ. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. മതിയോ ചേട്ടാ? പൊന്നു സുലു, അതെ ചേട്ടാ, നിങ്ങൾ 2 കൊല്ലം പോയി ഗൾഫിൽ കിടന്നിട്ട് മേടിച്ചോണ്ട് വന്നേക്കണ എല്ലാ സാധനവും ഇവിടെ കിട്ടണതാ. നിങ്ങൾക്ക് ഗൾഫിൽ മാത്രം കിട്ടണ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നൂടെ? ഗൾഫിൽ മാത്രം കിട്ടുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താ ചേട്ടാ? അതാണ് അറബി. അത് ചേട്ടാ, ഈ ഗൾഫാരെന്തിനാ ഗൾഫീന്ന് വരുമ്പോ ഈ ടൈഗർ ബാം ഉണ്ടെന്നെ? അതെല്ലാ ഗൾഫാരും ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതുപോലുള്ള തലവേദന ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. എന്നാ തലവേദന മാറാൻ പശുവിൻ പാലിലൊരു ചായ എടുക്കട്ടെ? എന്റെ പൊന്നു സുലു, പശുവും പാലിൽ ചായ കുടിച്ച് ഞാൻ മടുത്ത്. അതിനവിടെ പാല് സൊസൈറ്റി ഒക്കെ ഉണ്ടോ ചേട്ടാ? കൊള്ളാം. പാൽ സൊസൈറ്റി ഉണ്ടോന്ന്? ഇവിടുത്തെ പാൽ സൊസൈറ്റിന്റെ പേരെന്താ? മിൽമ. പക്ഷെ അവിടെ അതല്ല, അവിടെ അൽമ. അല്ലാണല്ലോ. അല്ല, ഞാൻ വന്ന വിവരം നീ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞോ? മറന്ന്. ഞാൻ ഇപ്പൊ വിളിച്ച് പറയാവേ. എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഹലോ അച്ഛാ. അച്ഛനോട് ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്റെ 2ാം വയസ്സിൽ ഞാനൊരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു. അച്ഛൻ എനിക്കത് വാങ്ങിച്ചു തന്നില്ല. ഇനി അതുകൊണ്ട് അച്ഛനും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അമ്മയോട് പറഞ്ഞേക്ക്. ഇടി, നീ എന്താ പറയുന്നേ? 2ാം വയസ്സിൽ നിനക്ക് കളിപ്പാട്ടം മേടിച്ചെന്നില്ല പറഞ്ഞോണ്ട് 35ാമത്തെ വയസ്സിലാണോ പിണങ്ങുന്നേ? പിണങ്ങാൻ വേറെ കാരണം കിട്ടണ്ടേ? ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. ഇപ്പൊ പിണങ്ങിയില്ലെങ്കിലേ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഈ സാധനങ്ങൾ മൊത്തം കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുക്കൂല, ഇതെനിക്ക് മാത്രമുള്ളതാ. ഭാഗ്യം എന്റെ വീട്ടുകാരെ വിളിച്ച് വിഷമിപ്പിക്കാത്തത്. എന്നാ നിങ്ങൾക്ക് അത്ര ഭാഗ്യമില്ല. നിങ്ങൾ പോയെന്ന് ഞാൻ അവരെയും മിണക്കി. എന്ത് പറഞ്ഞ്? നിങ്ങളെ പോലെ ഒരു പൊട്ടനെയാണല്ലോ കെട്ടിച്ചെന്നും പറഞ്ഞു. അയ്യോ മക്കളെ, മണികണ്ട കൊറേ സാധനം ഉണ്ടല്ലോ, ചാട്ടെടുത്ത് വരണ്ടായിരുന്നു. ഇതല്ല മക്കള്, അതാണ് മക്കള്. മക്കളെ മണികണ്ട വീണ്ടും വന്നടാ. മക്കളെ സുഖമല്ലേ? ഓ സുഖം. അറബിയൊക്കെ എന്തു അറിയുന്നു? അറബി അറിയണു, പിന്നെ മലയാളം പറയാൻ പറ്റും. നിനക്ക് വിമാനത്തിലിരിക്കാൻ സീറ്റൊക്കെ കിട്ടിയാ? അഥവാ നിന്നാണോ വന്നത്? അല്ല, ഫുട്ബോളില് തൂങ്ങി പിടിച്ചാണ് വന്നത്. നിന്നാണോ വന്നിരുന്നെങ്കിലേ നിന്റെ ഊപ്പാടളകിയാന്. ചില്ലറ ദൂരമൊന്നല്ലല്ലോ ഗൾഫ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അണ്ടിപ്പരിപ്പ്, ആ സോപ്പ്, ആ സ്പ്രേ. മക്കളെ, ഗൾഫിൽ കിടന്നിട്ട് ഈ അമ്മാവനെ നീ മറന്നില്ലല്ലേ? അമ്മാവന് ചേർന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ടാ വന്നത്. ഞാൻ ഇട്ടു വെക്കട്ടെ. നിങ്ങൾക്ക് ആരെ മനുഷ്യ എങ്ങനെ ഒരു അമ്മാവനെ തന്നത്? അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്. നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു അമ്മാവനെ? ഇത് എന്റെ അമ്മാവനൊന്നല്ല. അയ്യോ, ഇത് പോളി ഡ്രസ്സാണ്. ഇത് ഗൾഫിൽ അറബിയുടെ ഡ്രസ്സാണെന്നാ തോന്നുന്നേ. ഇതിട്ടാ ഷഡ്ഡി ഇടണ്ട, ലുങ്കി ഇടണ്ട. ഓ, നിന്റെ പറച്ചിൽ കേട്ടാൻ തോന്നും ഏത് എന്റെ അമ്മാവനാണെന്ന്. ഞാൻ നിന്റെ മാത്രം അമ്മാവൻ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അമ്മാവൻ അറിയില്ലല്ലോ. നിനക്ക് ഈ അമ്മാവനെ പിടികിട്ടിയില്ല? നമ്മുടെ തെക്കേലെ ലീലേരെ മോളെ ഭർത്താവ് സുധാകരൻ. സുധാകരന്റെ നാത്തൂരെ മോളെ പെങ്ങള് അപ്പുറത്തെ വീട്ടിലെ അങ്ങനെയുടെ മോന്റെ മോൻ ആര്? രമണേട്ടന്റെ അപ്പുറത്തെ വീട്ടിലെ അങ്ങനെയൊരു മോന്റെ മോള് അനിയന്റെ മോൻ ആര്? രാജേട്ടന്റെ അപ്പുറത്തെ വീട്ടിലെ മോൻ ആര്? നമ്മുടെ രമണന്റെ വീട്ടില് അടുത്തുള്ള ഒരു വാസു അമ്മാവനാണ് ഈ അമ്മാവൻ. ഞാനങ്ങ് പേടിച്ച് ഇത് പറഞ്ഞു തീരുമ്പോഴേക്ക് എന്റെ ലീവ് തീരുന്നേ. ഇത്രയും അടുത്ത് ബന്ധുവായ ഈ അമ്മാവന് ഇവന് പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ ഇവന്റെ അകന്ന ബന്ധുവിന്റെ അവസ്ഥ അതെ, അമ്മാവൻ എത്ര നേരം നയിച്ച എങ്ങനെ നിക്കുന്നത്? അമ്മാവൻ അവിടെ ഇരി. ഇങ്ങോട്ട് വന്നേ. അർച്ചിലേട്ടേ, ഇത് അമ്മാവനൊന്നല്ലാതെ തോന്നണേ. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്ന അമ്മാവന്റെ ഫിഗർ പിടിച്ച് ഏതോ ഒരു മിമിക്രിക്കാരനാന്നാ തോന്നണേ. നിങ്ങൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചേ? അത് നല്ലൊരു ഐഡിയ. നമുക്കേ അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിയണല്ലോ.
ഹലോ ലീല കൊച്ചമ്മേ, നമ്മുടെ ബന്ധത്തില് ഈ വാസു എന്ന് പറഞ്ഞിട്ട് വല്ല അമ്മാവന്മാരുണ്ടോ? കാണാൻ എങ്ങനെയാന്നോ? കാണാനൊരു സുന്ദരൻ എന്ന് പറഞ്ഞ നിങ്ങൾ എന്നെ അടിക്കും. ഇത് ഭൂമിയിൽ എവിടെയില്ലാത്തൊരു രൂപാണല്ലോ ഈശ്വര. ആണോ? വിളിക്കണേ. ശരി. ലീലക്കൊച്ചമ്മ എന്ത് പറഞ്ഞു? അവരുടെ അറിവിലില്ല, അവര് പഞ്ചായത്ത് മെമ്പർ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അല്ല അമ്മാവ് ഇപ്പൊ എന്തിനാണ് വന്നത്? എനിക്ക് ഈടെയായിട്ടേ തീരെ വയ്യ. അതമ്മാവനെ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി തീരെ വയ്യെന്ന്. എടാ അതല്ല, എനിക്ക് ഈ കട്ടിലേക്ക് എടുക്കുമ്പോഴേ ഈ ഭാഗത്ത് ഭയങ്കര കുത്തി വേദന. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറയാ 2 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യണോന്ന്. എന്നിട്ട് ചെയ്ത അമ്മാവാ? എന്നിട്ട് ചെയ്തു. എന്നിട്ടും എനിക്ക് ഈ കട്ടിലേക്ക് എടുക്കുമ്പോ ഇവിടെ കുത്തി വേദന മാറണ്ടേ? ഈ 2 ദിവസം മുമ്പാണ് എനിക്ക് ആ കുത്തി വേദന മാറിയത്. അതെങ്ങനെ മാറി? ഞാൻ കട്ടില് മൂട്ടക്കുള്ള മരുന്ന് മേടിച്ചടിച്ച് അപ്പൊ അത് മാറിയെന്നേ. അയ്യോ പാവം. ഡയലോഗും തെറ്റിച്ചിട്ട് അയ്യോ പാവം കൈ നിട്ട് കളിക്കല്ലേ. അമ്മാവ ശരിക്കും ഇപ്പൊ എവിടുന്ന എന്തിനാ വന്നത്? എനിക്ക് ഈടായിട്ടേ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കാല് താഴെ വെക്കുമ്പോ ഭയങ്കര കാലിനും കുത്തി വേദന. അത് ലേശം ഉറുമ്പൊടി ഇട്ടാ മതി. എടാ അതല്ല, ഞാൻ വൈദ്യനെ കാണിച്ചപ്പോ വൈദ്യം മാറിയ തൈലം മേടിച്ച് വെച്ചാ മാറൂന്ന്. എനിക്ക് തൈലം മേടിക്കാൻ 2 ലക്ഷം രൂപ. ഒരു തൈലം മേടിക്കാൻ 2 ലക്ഷം രൂപ? എടാ ഒരു തൈലം അല്ല, കൊറേ തൈലം മേടിച്ച് വീട്ടിൽ വെച്ചാലേ നിങ്ങളോട് പൈസയും ചോദിക്കണ്ട, വേദനയ്ക്കും എടുത്ത് തേച്ചാലും പോരെ. അമ്മാവനൊന്ന് ഇറങ്ങി പോയേ. നേരത്തെ വിളിച്ച കൊച്ചമ്മ വിളിക്കുന്നു, ഞാൻ എടുത്തിട്ട് വരാം. എടി ഈ മണികണ്ഠൻ ഈ അമ്മാവനായിട്ടുള്ള ബന്ധം നിനക്കിപ്പൊ മനസ്സിലാവും. പോയി കേക്ക്. എന്തായി കൊച്ചമ്മ അറിഞ്ഞോ? അവൻ നമ്മുടെ അമ്മാവനല്ലെന്നോ? അങ്ങനെ ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു ആളെ ഇല്ലെന്നോ? ആഹാ, അവൻ കള്ളനായിരിക്കാൻ സാധ്യതയുണ്ടെന്നോ? എന്നാ അവ ഇവിടെ കടന്ന് ഉരുളും. അവനെ ഞാൻ ഇന്ന് ശരിയാക്കും. കൊച്ചമ്മ ഈ നിൽക്കുന്നത് നമ്മുടെ അമ്മാവനല്ലെന്ന്. അതിനെവിടെ? ഞാനിങ്ങ് പോയി. ബൈ ബൈ. ചേട്ടാ നീ പേടിക്കണ്ടീ, നീയല്ലേ പറഞ്ഞ് ആ സാധനങ്ങൾ മൊത്തം ഇവിടെ മേടിക്കാൻ കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ മേടിക്കാം. അയ്യോ